Hello everyone, welcome to Superstar Junior. Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So let's welcome our judges. Vijay Cheta. Sujata Chechi. Stephen Cheta. Wow. Stephen Cheta. എന്താണത് ക്ലാസ് ഒക്കെ ഭയങ്കര മറ്റേ ചെന്നൈയിലെ കിൽപാക്ക് മറ്റേ അവിടെ ഇങ്ങനെ ജനലിൽ ഇങ്ങനെ യു മീൻ കിൽപോക്ക് തലവട്ടം കറക്റ്റ് അല്ലേ? ഏകദേശം ലുക്ക് കറക്റ്റ്. കിൽപാക്കിൽ എങ്ങനെ കറക്റ്റ് ആയി അവൻ അറിയാം. നീ അവിടെ വണ്ടി ഓടിച്ചു പോവാറുണ്ട്. നിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഞാനല്ലേ? ഇത്രയും പരമരഹസ്യങ്ങൾ നീ ഇത്ര പരസ്യമാക്കരുത് വിജയ. ക്ഷമിക്കൂടാ. ഞങ്ങള് എന്നെ അവൻ കൊണ്ടുവരാറുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ അവനവിടെ കൊണ്ടാക്കിയത്. അത് ശരി. നിങ്ങളിപ്പോ രണ്ടുപേരും ആക്ച്വലി കൊണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിൽ രണ്ടുപേരും ഇനി നമുക്ക് രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. അല്ല സൂപ്പർസ്റ്റാർ ജൂനിയർ. ഇനി നിന്നാൽ എനിക്ക് ഇവിടെ കൂടുതൽ പണി കിട്ടുന്നു മനസ്സിലായി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. So നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ആൻ ബെൻസൺ. ആൻ കുട്ടി. മുടിയൊക്കെ എവിടെ നിന്നാണ്? സ്വന്തം മുടിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് റൗണ്ടിലേക്ക് കിടക്കാം അല്ലേ മോളെ? നമ്മൾ റെഡി ആയിട്ടാണ് റൗണ്ട്സ്. പെർഫോമൻസ് റൗണ്ട്. പെർഫോം ചെയ്യാൻ പോവാണ്. ഏത് പാട്ടാണ് മോളെ? മറുപടി ഫിലിമിലെ മറുപടി. ഇളയരാജ സർ മ്യൂസിക് ചെയ്ത ജാനകിയമ്മ പാടിയ ആസ്വദികം എന്ന പാട്ടാണ്. മറുപടിയും സിനിമയിലെ. ഓക്കെ റെഡി. അപ്പൊ എന്തായാലും നല്ല പാട്ടാണ്. വളരെ എന്താ പറയുക ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അധികം വെച്ച് മനസ്സ് അടക്കി വെക്കലാമ മാമ ആളമയക്കി പുട്ട് അഴക ഒളിച്ചി വെക്കലാമ മാമ പുതു റോസാന നിന്നോട് റോസാവേ വന്നാട് സുലക്കുട്ടി ആസ അധികം വെച്ച് മനസ്സ് അടക്കി വെക്കലാമ മാമ ആളമയക്കി പുട്ട് അഴക ഒളിച്ചി വെക്കലാമ മാമ. അധികം വെച്ച് മനസ്സ് അടക്കി വെക്കലാമ മാമ ആളമയക്കി പുട്ട് അഴക
മുറ്റനാ നല്ല താഴമ്പൂനാ വാനവില്ലനാ അതിൽ വണ്ണങ്ങളുന്നാ വസമുല്ലനാ ദിവാമി ഹന്ന ഏ മജാനെ എന്നോട് നീരാടലാ എൻ പൊന്മിനി എന്നോട് നീരാടലാ വാതൻ പാണ്ടി തെന്മാങ്ങ് ഞാൻ കാണലാ ഇത് പൂഞ്ചെണ്ടും പൂഞ്ചോலை தானே செல்லக்குட்டி ஆசை அதிகம் வச்சு மனசை அடக்கி வைக்கலாமா ஏ மாமா ஆழமாயக்கி புட்டு அடக ஒளிச்சி வைக்கலாமா ஏ மாமா புது ரோசா நான் என்னோடு ஏ ராசாவே வந்தாடு செல்லக்குட்டி ஆசை அதிகம் வச்சு மனசை அடக்கி வைக்கலாமா ஏ மாமா ஆழமாயக்கி புட்டு அழக ஒளிச்சி வைக்கலாமா ஏ மாமா தேங்க்யூ കുട്ടി ഷോ എന്താണ് പാട്ടിലെ എന്ത് നന്നായി പാടിയത്. രജിത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ രണ്ടും ഒരേപോലത്തെ ഡ്രസ്സാണ്, ഒരേ കളറാണ്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നോട്, ചേച്ചി നമ്മൾ രണ്ടും ഒരേപോലത്തെ കളറാണെന്ന്. ഒരേപോലത്തെ കളറാണ്, ഒരേപോലത്തെ ഡ്രസ്സാണ്, യെല്ലോ ആൻഡ് പിങ്ക്. യെല്ലോ ആൻഡ് പിങ്ക്. പക്ഷെ മോള് വളരെ ടാലന്റഡും ബുദ്ധിയും കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. എപ്പോഴും പിടിക്കണ്ട. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി മാർക്ക് കമന്റ്സ്. ഓക്കേ, ലെറ്റ്സ് ഗോ ടു ദി മാർക്ക്. യെസ്, അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ. ഹായ്. യെസ്. ആൻഡ് ബെൻസൺ ഹലോ. നന്നായി പാടിട്ടോ, സൂപ്പറായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. രാജാ സാറിൻ്റെ ഒരു 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 6-8 സോങ്, അത് രാജാ സാറിൻ്റെ ഒക്കെ 6-8 ഫോക്ക് ടൈപ്പ് സോങ്സ് ഭയങ്കര സൂപ്പർ ഹിറ്റാണ്. അതിലൊരു ഡിഫറെൻറ്റ് അറേഞ്ച്മെൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിലൊരു ഡിഫറെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആയിരിക്കും ആ റിതം, അത് തന്നെ സമ്മതിച്ചു കൊടുത്തു. നല്ല ട്യൂൺ ആൻഡ് യു റിയലി ഡിഡ് വെൽ വിത്ത് ദ ഡാൻസേഴ്സ് നല്ല രസമായിട്ട് ആൻഡ് ബെൻസിനെ സപ്പോർട്ട് ചെയ്തു. അത് അവർക്കും കൊടുക്കണ ഒരു കയ്യടി കേട്ടോ. മൂവ്മെൻറ്റുകളൊക്കെ നല്ലതായി ചെയ്തു, നല്ല പ്രസൻറ്റബിൾ ആയിരുന്നു. പിന്നെ ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു അല്ലേ, അമ്മേനെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മേനെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ കോൺസെൻട്രേഷൻ പോവരുത് കേട്ടോ. ചിലപ്പോൾ അല്ലെങ്കിൽ അമ്മ അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. അമ്മേനെ ഞാൻ നോക്കി ഇടയ്ക്കൊന്ന്, അമ്മ അങ്ങനെ തെറ്റല്ലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പാവം. അപ്പോൾ മോൾക്ക് എന്താ തോന്നുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ അടിക്കാൻ വേണ്ടി അധികം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ ആൻഡ് ബെൻസൺ, യു ഹാവ് എ ലോങ് വേ ടു ഗോ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ഹായ് കണ്ണു. ഹായ്. ആൻഡ് എന്താണ് ആ ഗ്രൂവിലേക്ക് വീണു. ഇപ്പോൾ കഴിഞ്ഞ പാട്ട് തൊട്ട് ശരിക്കും ആ ഇതിലേക്ക് വീണിട്ടുണ്ട്. ഇനി എന്താണ്, അടുത്ത ലെവലിലേക്ക് പതുക്കെ സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങണം. അതിനെന്താ വേണ്ടേ? പ്രാക്ടീസ് ഓഫ് കോഴ്സ്. ഈ പാട്ടിനൊരു എക്സ് ഫാക്ടർ ആഡ് ചെയ്യണം, അതിന് വർക്ക് ചെയ്യാൻ. ഇനി ഇത് ജാനകിയമ്മ എന്താണ് പാടിയേക്കണേ, ഇതൊരു പാട്ട് മോൾ അസ്ലായി പാടി, പക്ഷെ അതിൽ അസ്ലായി പാടി. താങ്ക് യു തന്നെ. ഓക്കെ, വെൽക്കം. പക്ഷെ അതിലൊരു ഒരു എരിവുണ്ട് ജാനകിയമ്മ പാടുമ്പോൾ, അതെന്താണെന്ന് ശ്രദ്ധിക്കുക. അത് അമ്മ എടുത്തു, പക്ഷെ അതെങ്ങനെ പറഞ്ഞു കൊടുക്കുക, അതാണ് ഒരു കുഴപ്പം. അത് മോൾ കുറേ പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവും, കാരണം മോളുടെ ഉള്ളിൽ നല്ലൊരു സിംഗർ ഉണ്ട് ഇപ്പോഴേ. അപ്പം അതും കൂടെ സോങ്ങിൽ കൊണ്ടുവന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി മോള്. താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ സെലക്ഷൻ. രാജാ സാറിൻ്റെ ഒരു ഓൾ ടൈം ഗ്രേറ്റസ്റ്റ്, ആൻഡ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈവൻ ചരണമൊക്കെ എന്താ ട്യൂൺ. ഐ മീൻ ഭയങ്കര ഒരു ഹോണ്ടിങ് സോങ് ആണെന്നാണ്. താങ്ക് യു. ഓ ബ്യൂട്ടിഫുൾ. അതൊക്കെ ഒരു ഭയങ്കര ഒരു സ്പൈനിലേക്ക് ഇങ്ങനെ ഒരു ചിൽ അയക്കുന്ന ഒരു സംഭവമാണ് അതൊക്കെ. എനിവേ ആൻഡ് സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്. വളരെ ഇഷ്ടമായി. നല്ലൊരു ക്യൂട്ടായിട്ട് പാടി, നല്ല ആ സോങ്ങിൻ്റെ ആ ഒരു ആവശ്യമുള്ള ഒരു ടെമ്പറമെൻറ്റ് ആൻഡ് യുനോ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സുജാ ചേച്ചി പറഞ്ഞ പോലെ ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്
അതൊരു വേറെ വാവ് ഭയങ്കരമായിരുന്നു എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം കൂടെയും കൊണ്ടുവരാനുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് കീപ്പ്. അവിടുന്ന് ഇനി കൂടുതൽ ഈ പറഞ്ഞ പോലെ ധൈര്യത്തിന് ഒരു പ്രാവശ്യം നോക്കിയാൽ കുഴപ്പമില്ല അമ്മേനെ. പക്ഷേ കൂടുതൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യും തോറും യു വിൽ ഓൺലി തിങ്ക് അബൌട്ട് ഡൂയിങ് മോർ. മനസ്സിലായോ? അവിടെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ അമ്മ, ഞാൻ ചെയ്യുന്ന മതിയോ അമ്മ, അതോ ഞാൻ ഇനിയും ചെയ്യണോ, ഇത് ആലോചിച്ച് കഴിയുമ്പോൾ പാട്ട് കഴിയും. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ചേച്ചി 8.5. വിജയ് ചേട്ടാ. നല്ല മാർക്കല്ലേ? അവിടെ പിന്നെ എപ്പോഴും ആരും നാണവും ഇങ്ങനെ ഒരു താങ്ക്സ്. പക്ഷെ അതാണ് മോളുടെ ക്യൂട്ട്നെസ്. ഓക്കെ, അപ്പൊ ഇനി കുറെ നല്ല പെർഫോമൻസ് ആയിട്ട് നമ്മൾ കാണില്ലേ? ഓക്കെ, ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോളെ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു That was magical. കണ്ടു വരുമെന്നൊരു കിനാവു കണ്ടു. ജാനകി അമ്മയുടെ കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം എല്ലാ കുട്ടികൾക്കും. ശ്രീലക്ഷ്മി ശരിക്കും പ്രൂവ് ചെയ്തു യു ആർ one of the top contenders in this competition. ഒരു മുறை ഉനെ കാണും പൊഴുത് ഇരുവീർകളിൽ രോജ കനവ് വാനത്തെ കട്ടി വയ്ക്ക വഴികളുണ്ടേ നാടത്തെ കട്ടി വയ്ക്ക വഴികളുണ്ടേ തങ്കം വെക്കപ്പട്ടം മഞ്ചൽ വണ്ണം മാറും നാണം കൊണ്ടതാലേ ഉൻവണ്ണം പൊൻവണ്ണം സെംവണ്ണം മാറ്റുവ. Welcome back to Superstar Junior. Next contestant on stage, Sri Lakshmi. Sri Lakshmi കുട്ടി ചേച്ചി ഭയങ്കര നാടൻ അറ്റയറിലൊക്കെയാണല്ലോ പാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ട് ഭയങ്കര സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു. നമുക്ക് റൗണ്ട്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, Yes, rounds. ഏതാണ് മോളെ? My favorite song. മോളുടെ favorite ഏതാണ് song? your ഏതാണ്? favorite song? ഭാർഗവൻ നിലയം എന്ന ഫിലിമിലെ വാസന്ത പഞ്ചമി നാളിൽ. എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. എന്താ പറയാ, വെരി നൈസ് സോങ് സെലക്ഷൻ, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ പാടൂ. എല്ലാവരുടെയും മേക്ക് ഇറ്റ് യുവർ വേർഷൻ ഫേവറേറ്റ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു വരുമെന്നൊരു കിനാവു കണ്ടു കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ വാസന്ത പഞ്ചമി വസന്തമോ വന്നു കഴിഞ്ഞു പഞ്ചമിയും വന്നണഞ്ഞു വന്നില്ലെൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ മാത്രം വാസന്ത പഞ്ചമി
വസന്ത പഞ്ചമി നാളിൽ വന്നവൻ മുട്ടി വിളിക്കേ വാതിൽ പൊളി തുറക്കുവാനായി വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒരുങ്ങി നിൽക്കും ഞാൻ ആരുമാരും വന്നതില്ല ആരുമാരും അറിഞ്ഞതില്ല ആരുമാരും വന്നതില്ല ആരുമാരും അറിഞ്ഞതില്ല ആത്മാവിൽ സ്വപ്നവുമായി കാത്തിരിപ്പു ഞാൻ വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു വരുമെന്നൊരു കിനാവു കണ്ടു കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ വാസന്ത പഞ്ചമി നാളിൽ ഭയങ്കര ഒരു അനുഭൂതി തന്നെയായിരുന്നു തന്നത്. എസ്പെഷ്യലി ആരും അറിഞ്ഞതില്ല അതൊരു സമ്മതിച്ചു. സൂപ്പറായിട്ട്. താങ്ക് യു ചേട്ടാ. ശ്രീലക്ഷ്മി ശരിക്കും പ്രൂവ് ചെയ്തു യു ആർ വൺ ഓഫ് ദ ടോപ്പ് കണ്ടൻഡേഴ്സ് ഇൻ ദിസ് കോമ്പറ്റീഷൻ. ஊரெல்லாம் உன்னை கண்டு வியந்தாரா உன்னோடு காதல் சொல்லி நயன்தாரா அன்பே உன் பின்னால் யாரும் மலைந்தாரா കണ്ണീനും കാതൽ കണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. രണ്ടുപേർക്ക് ഡ്യുവറ്റ് പാടി രസമായിട്ട്. ഒരു മുறை ഉന്നെ കാണും പൊഴുത് ഇരുവീടുകളിൽ രോജ കനവ് വാനത്തെ കട്ടി வைக்க വഴികളുണ്ടേ നാളത്തെ കട്ടി வைக்க വഴികളില്ലേ തങ്കം വെക്കപ്പട്ടം മഞ്ചൽ വണ്ണം മാറും നാണം കൊണ്ടതാലേ ലക്ഷ്മി കുട്ടി അതെ, എന്താ പറയണ്ടേ രജത്ത് ഈ പാട്ടിന്? അങ്ങനെ എന്ത് പറഞ്ഞാലും അത് ശരിയാവാ. ഇങ്ങനെ ഒഴുകി 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 അതെ, പോയ പാട്ടാണ്. ആ ഒരു മൂഡിലായിരുന്നു നമ്മളിങ്ങനെ. അതെ, ഫസ്റ്റ് ഓഫ് ഓൾ ബ്രില്യൻ സോങ് സെലക്ഷൻ. സത്യം പറയൂ, ആരുടെയാണ് സെലക്ഷൻ? എന്താ എനിക്കിഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ ടീച്ചർ അത് കൊടുത്തോളാം. ടീച്ചർ ഓക്കെ. അപ്പൊ ഈ മൈ ഫേവറേറ്റ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ വസന്ത പഞ്ചമി നാളിൽ ആരാണ്? സ്റ്റീഫൻ ചേട്ടാ തുടങ്ങാം. മാർക്സ് ഓർ കമന്റ്സ് ഓർ റിമാർക്സ് പറയാം. ചേച്ചി പറയട്ടെ. ചേച്ചിയുടെ ജാനകിയമ്മയുടെ പാട്ടാണ്. ചേച്ചി ശ്രീലക്ഷ്മി ഒരു ഈശ്വരാന്ന് വിളിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീലക്ഷ്മി മോളെ, ചേച്ചി ദാറ്റ് വാസ് മാജിക്കൽ. ഓ, സെക്കൻഡ് ചരണവും തേർഡ് ചരണവും ഭയങ്കര ഒരു അനുഭൂതി തന്നെയായിരുന്നു തന്നത്. എസ്പെഷ്യലി ആരും അറിഞ്ഞതില്ല അതൊരു കണ്ണ് തുറക്കാൻ പറ്റില്ല. ആ സ്ഥലങ്ങളാണ് അടച്ചിങ്ങനെ ഇരുന്നു പോയി. ഫസ്റ്റ് പല്ലവി തുടക്കം ഒന്ന് തെറ്റിയപ്പോൾ ഒന്ന് പേടിച്ചു അല്ലേ? പിന്നെ കുറച്ച് അവിടുന്ന് ഫസ്റ്റ് ചരണം കഴിയുന്നവരെയും ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. ശരിയാവോ? വാസന്ത പഞ്ചമി നാളിൽ നിർത്തിയത്, ഫസ്റ്റ് ചരണം കഴിഞ്ഞ് നിർത്തിയത് അത്ര ശരിയാവാത്തത് വിറച്ചത് കൊണ്ടാണ്. അതും കൂടെ സ്റ്റഡി ആയിരുന്നെങ്കിൽ അത് എന്താണ് പറഞ്ഞത്, ഈ വാസന്ത പഞ്ചമി നാളിൽ ജാനകി അമ്മയുടെ കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം എല്ലാ കുട്ടികൾക്കും. മോളുടെ നല്ല വോയിസ് ടോണൊക്കെയാണ്, പക്ഷെ കുറച്ചും കൂടെ ഇല്ലേ, കുറച്ചും കൂടെ
ഈസി ആയിട്ട് പാടാമെന്നും കൂടെ പഠിക്കണം അല്ലേ? എനിക്കതാ തോന്നിയത്. കുറച്ച് പ്രഷർ കൊടുക്കണ്ടോ വോയിസിന്? ചെറിയ സംശയമുണ്ട്. ഇന്ന് വോയിസിന് സ്ട്രെയിൻ എങ്ങാനും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, കുറച്ചും കൂടെ ഈസി ആയിട്ട്. എനിക്ക് അതിൽ ഞാൻ നല്ലൊരു എക്സാമ്പിൾ എപ്പോഴും കാണുന്ന വിജുവാണ്. വിജു ഭയങ്കര ഒരു ഈസി സിംഗിങ് ആണ് വിജുവിൻ്റെ. അത്രേ അറിയൂ. അല്ല, അതൊരു നാച്ചുറൽ, മിക്കവർക്കും ചിലർക്ക് അത് നാച്ചുറലായിട്ട് കിട്ടണ ഇതാണ്, ചിലർക്ക് കിട്ടില്ല. പക്ഷെ നമ്മൾ ആ സ്റ്റൈൽ ഡെവലപ്പ്, ഞങ്ങളൊക്കെ കുറച്ച് നമ്മൾ പാടാൻ വേണ്ടി പാടണമെന്ന് അറിയാം. ഞങ്ങളൊക്കെ പാടുമ്പോൾ കുറേ വലിയ സിംഗേഴ്സും, പക്ഷെ ചില സിംഗേഴ്സൊക്കെ ഇപ്പോൾ ദാസേൻ്റെ ഭയങ്കര നാച്ചുറൽ സിംഗിങ് ആണ്. ജയൻ ചേട്ടൻ്റെ, സുശീലമ്മ, അവരൊക്കെ നാച്ചുറലാണ്. അത് ആ ഒരു ഗണത്തിലാണ് വിജു. ഭയങ്കര നാച്ചുറൽ ഒരു സിംഗറാണ്. അത് ആ ഒരു നാച്ചുറൽ സിംഗിങ് കിട്ടിയാൽ അത് ഭയങ്കര, ശ്രീലക്ഷ്മിക്ക് വേറൊരു എന്താ പറയണേ, ടച്ച് ചെയ്യാൻ വയ്യാത്തൊരു ലെവലിലേക്ക് പോവാം. അത് ട്രൈ ചെയ്യാം. നമ്മൾ പാടാൻ വേണ്ടി പാടണല്ലാതെ, ഇപ്പം പാടിയത് അസാധ്യമായിരുന്നു കേട്ടോ, അതും ടച്ച് ചെയ്യാൻ പറ്റില്ല, അത്ര രസമായിട്ട് പാടി. പക്ഷേ ഇനിയും ശ്രീലക്ഷ്മിയുടെ പ്രോഗ്രസ് എനിക്ക് കാണണം. ഓൾ ദ ബെസ്റ്റ് മോള്. ഇനി കണ്ടില്ലെങ്കിൽ, അതെ, കണ്ടില്ലെങ്കിൽ ശ്രീലക്ഷ്മി ചേട്ടാ സമ്മതിച്ചു, സൂപ്പറായിട്ട്. താങ്ക് യു ചേട്ടാ. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ബാബുരാജ് സാറിൻ്റെ എല്ലാ പാട്ടും ഒരു ഹിന്ദുസ്ഥാനി ടച്ച് ഭയങ്കരമായിട്ടുണ്ട്. അന്ന് ആ സമയത്തും ഈ സമയത്തും മലയാളം പാട്ടുകൾക്കൊരു വളരെ ഡിഫറെൻറ്റ് കളറ് അദ്ദേഹം കോമ്പോസിഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി ഈസ് സൂപ്പർ ഹിന്ദുസ്ഥാനി ട്രെയിൻ. പിന്നെ തലയിൽ അത് മുഴുവനത് തോന്നുന്നു, അങ്ങനത്തെ സാധനങ്ങളാണ് വരിക. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ശരിക്ക് ശ്രീലക്ഷ്മി ഇതിലേക്ക് കൊണ്ടുവന്നു. ആ ഇപ്പോൾ കർണാട്ടിക് പാടുകയാണെന്ന് വെച്ചാൽ ആ ശൈലി ചിലപ്പോൾ കർണാട്ടിക് സ്റ്റൈലിലുള്ള ഇപ്പോൾ ദേവരാജൻ സാറിൻ്റെ പാട്ടുകളാണെച്ചാൽ അതിനൊരു കർണാട്ടിക് ചൊവയുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കർണാട്ടിക് ചൊവയുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു ശൈലി കൊണ്ടുവരണം ശരിക്കും. അത് പാടിയില്ല വെച്ചാലും അത്, പക്ഷേ ഇതിനൊരു ഹിന്ദുസ്ഥാനി ശൈലിയുണ്ട്, അത് കൊടുന്നു. അതാണ് മാജിക് ആ പാട്ടിൻ്റെ. യു ബ്രോട്ട് ദാറ്റ് വെരി മച്ച് ടു ഇറ്റ്. സോ താങ്ക് യു. എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ അത് കൊണ്ടുവന്നതിൽ നന്ദി. പിന്നെ ഈ പറഞ്ഞ മാതിരി ചെറിയ ആദ്യത്തെ ഫസ്റ്റ് എടുത്ത ആ ടേക്ക് ഓഫ് ട്രിക്ക് ഇങ്ങോട്ട് പോയതോടുകൂടി പിന്നെ കെയർഫുൾ ആവാൻ തുടങ്ങി. ഭയങ്കര ആ ഓവർ കെയർഫുള്ളാണ് ബാക്കി എല്ലാത്തിനെയും കുറച്ച് അവിടെ ഇവിടെ വന്നത്. പക്ഷെ അയപ്പിച്ചെത്തിയപ്പോൾ അവിടെയാണ് എല്ലാവർക്കും കയ്യിൽ നിന്ന് പോകുന്ന ഭാഗം. പക്ഷെ അത് അവിടെ അങ്ങോട്ട് ശരിക്ക് അങ്ങനെ മൗണ്ട് എവറസ്റ്റ് കയറിയ മാതിരി അങ്ങോട്ട് കയറി ഞാൻ അങ്ങോട്ട് പോയി. സോ യു മെയ്ഡ് ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ മേക്കിംഗ് ദ സോങ് അഗെയിൻ. താങ്ക് യു ഫോർ ദ മാജിക്. താങ്ക് യു ചേട്ടാ. വിജയ് ചേട്ടാ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഐ തിങ്ക് ആ ലാസ്റ്റ് 2 സ്റ്റാൻസയിൽ ശ്രീലക്ഷ്മി ശരിക്കും പ്രൂവ് ചെയ്തു യു ആർ വൺ ഓഫ് ദ ടോപ്പ് കണ്ടൻറ്റേഴ്സ് ഇൻ ദിസ് കോമ്പറ്റീഷൻ. അത് പക്ഷേ എന്നാലും അത് തലയിൽ കയറ്റി വെക്കേണ്ട, അത് താഴെ അവിടെ തന്നെ എവിടെയെങ്കിലും മൂലയ്ക്ക് എവിടെയെങ്കിലും ഇറക്കി വെച്ചോളൂ. സുജാ ചേച്ചി പറഞ്ഞ പോലെ ഇതിനെക്കാട്ടിലും മുകളിലേക്ക് ഇതയും താണ്ടി പുനീതമാനത്. അതായത് ഞങ്ങൾക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. അത് കീപ്പ് അപ്പ് ചെയ്യുക, ബട്ട് യു ക്യാൻ ഡു, ബട്ട് നോ പ്രഷർ. യെസ്, ജസ്റ്റ് എൻജോയ് യുവർ സെൽഫ്. ഓക്കെ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. വെരി നൈസ്. ആൻഡ് ഹിയർ ഇസ് യുവർ സ്കോർ. യെസ്. ആഹാ, 9.5. ഓ, സ്റ്റീഫൻ ചേട്ടൻ. ഓ, ഇതെന്തായാലും എത്ര പിശിക്കാലും നമുക്ക് പ്രശ്നമില്ല. 28 അല്ലേ? വെരി നൈസ്. ഗുഡ് സ്കോർ. അപ്പൊ എന്തായാലും ഈ ഇതേപോലെ ഫ്ലോയിൽ തന്നെ മുമ്പോട്ട് പോട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സോ 2 സോളോ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഡുവറ്റ് പെർഫോമൻസ് ആവാം. യെസ്. സൗബഗ് ആൻഡ് ഭാവന. ഭാവന. കുറച്ച് രജിത്, യെസ്, കോസ്റ്റ്യൂമിന് ഒരു കുറവില്ല പയ്യൻസിന്. കോസ്റ്റ്യൂം ഒരു ഇവിടെ ഒരു രക്ഷയില്ല. എന്റെ അമ്മൂ. മോളെന്താ മോശമാണോ? അവള് പിന്നെ സുന്ദരിയാണ്. അവള് പിന്നെ ഒരു ഭയങ്കര ഇങ്ങനെ ഒരു പറക്കും, ഇങ്ങനെ ഒരു ഹാഫ് സാരി, ഒരു ഭാവനയിൽ പറക്കുന്ന ഒരു ഹാഫ് സാരി ടച്ച് ഒക്കെ ആയിട്ട്. അതെ അതെ. രണ്ടുപേരും ഇപ്പൊ ഡുവറ്റ് ഏതാണ് പാട്ട്? അതെ അതെ, അതാണ് അറിയേണ്ടത്. ആ ഓ, എനിക്ക് വെരി ലേറ്റസ്റ്റ് സോങ്. ഉദയനിധി സാലിനും നമ്മൾ നയൻതാരൊക്കെ ആടി തകർത്ത പാട്ട്.
നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ തകർക്കില്ലേ? ആടി തകർക്കും. അല്ലേ? അല്ലേ? ആ. അപ്പൊ സൗബഗ് ആൻഡ് ഭാവനയുടെ ഡുവറ്റ് പെർഫോമൻസ് നമുക്ക് കാണാം. അതിനു മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. യെസ്. ஊரெல்லாம் உன்னை கண்டு வியந்தாரா, உன்னோடு காதல் சொல்லி நயன்தாரா, அன்பே உன் பின்னால் யாரும் அலைந்தாரா, കണ്ണീനും കാതൽ കണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. രണ്ടുപേർക്ക് ഡ്യുവറ്റ് പാടി രസമായിട്ട്. ഒരു മുறை ഉന്നെ കാണും പൊഴുത് ഇരുവീർகளின் ரோஜா கனவு வானத்தை கட்டி வைக்க வழிகளுண்டே, நாணத்தை கட்டி வைக்க வழிகளில்லை. தங்கம் வெக்கப்பட்டம் மஞ்சள் வண்ணம் மாறும் நாணம் கொண்டதாலே. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ നമുക്ക് നമ്മുടെ പെർഫോമൻസ് തുടങ്ങാം. റെഡി? ഓക്കേ. കണ്ണുകളോട് ഇരു കണ്ണുകളോട് ഒരു കാതൽ പൂത്തതടി പെണ്ണേ, കാറ്റിലാടി സിരു കാറ്റിലാടി ഒരു കാട് പൂത്തതടി കണ്ണേ, നെഞ്ചു കോടി ഒരു ലീസ വന്നതടി പെണ്ണേ, ഒன்று കോടി മനം ഒன்று കോടി ഒരു ലീസ വന്നതടി കണ്ണേ, നം തനം തനനം തനം തനനം തനം തനനം നം നം തനം തനനം തനം തനനം തനം തനനം തം നം തനം തനനം തനം തനനം തനം തനനം തം. ஊரெல்லாம் உன்னை கண்டு வியந்தாரா, உன்னோடு காதல் சொல்லி நயன்தாரா, அன்பே உன் பின்னால் யாரும் அலைந்தாரா, கண்ணீனும் காதல் கண்டு கலைந்தாரா. ஊரெல்லாம் உன்னை கண்டு வியந்தாரா, உன்னோடு காதல் சொல்லி நயன்தாரா, அன்பே உன் பின்னால் யாரும் அலைந்தாரா, கண்ணீனும் காதல் கண்டு கலைந்தாரா. ஊரெல்லாம் என்னை கண்டு வியந்தாரா, என்னோடு காதல் சொல்லி நயன்தாரா. ஒரு முறை உன்னை காணும் பொழுது இருவீர்களின் ரோஜா கனவு வானத்தை கட்டி வைக்க வழிகளுண்டே, நாணத்தை கட்டி வைக்க வழிகளில்லை. சானிதப ரீசனிப கரிசமாகரி பமகரி சனிப. ஒரு முறை உன்னை காணும் பொழுது இருவீர்களின் ரோஜா கனவு வானத்தை கட்டி வைக்க வழிகளுண்டே, நாணத்தை கட்டி வைக்க வழிகளில்லை. தங்கம் வெக்கப்பட்டம் மஞ்சள் வண்ணம் மாறும் நாணம் கொண்டதாலே, உன் வண்ணம் பொன் வண்ணம் செவ்வண்ணம் மாற்றுவா, கண்ணாலும் கண்ணும் கண்ணும் கலப்போமா, காற்றோடு மேகத்துண்டாய் மீதப்போமா, அப்பப்பருக்கை கட்டி கலப்போமா, ஆதாயம் தாண்டி சென்று வசிப்போமா. துணிவினை கொண்டு மார்பை மறித்தாள், துணிவினை கொண்டு மனதை மறித்தாள், நேற்றோடு என்னை கண்டு மலர்ந்து விட்டாள், காற்றோடு முட்டை போல உடைந்து விட்டாள். சிங்கம் கொண்ட பாலை வாங்கி வைப்பதென்றால்
வேண்டும் கண்ணாலாய நான் தானே உன் தங்கம் கிண்ணம் வா ஊரெல்லாம் என்னை கண்டு வியந்தாரா என்னோடு காதல் சொல்லி நயந்தாரா அன்பே உன் பின்னால் யாரும் மலைந்தாரா கண்ணேனும் காதல் கண்டு கலைந்தாரா ஊரெல்லாம் உன்னை கண்டு வியந்தாரா என்னோடு காதல் சொல்லி நயந்தாரா அன்பே உன் பின்னால் யாரும் மலைந்தாரா கண்ணேனும் காதல் கண்டு എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൗഭഗും ഭാവനയും എന്താ പറയുക സാധാരണ ഡുവറ്റ് പാടുമ്പോൾ പൊതുവേ കുട്ടികളായതിൻ്റെ പേരിൽ കുറച്ച് ഇൻവോൾവ്മെൻറ്റ് കുറവുണ്ട്. ഇവിടെ സൗഭഗ ഒരു എനിക്ക് 95% അവിടെ തന്നെ നോക്കി പാടി. ഇവിടെ അതെ 95% ഇവിടെ തന്നെ നോക്കി പാടി. നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. കെമിസ്ട്രി ഉണ്ടായിരുന്നു. പക്ഷെ അത് അവള് കൂളായിരുന്നു. അവള് പിന്നെ ഫുൾ ഓൺ ആറ്റിറ്റ്യൂഡും ഭയങ്കര എന്താണ് അങ്ങോട്ട് കൈയൊക്കെ ഇങ്ങനെ ഇവന്റെ ആദ്യമൊക്കെ കുറച്ച് ചമ്മലുണ്ടായിരുന്നു. ഞാനോ എന്നൊക്കെ. പിന്നെ ലാസ്റ്റ് ഒരു വലിയൊരു പോസ് അവിടെ തന്നെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര cute ആയിരുന്നു. നാണം വെക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ expression ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സൗഭ എന്തായാലും കൂടുതലും കൈയുള്ള സ്ലീവ്സ് ഇങ്ങനെ കയറ്റി വെച്ച് ഭയങ്കര സംഭവമായിട്ട് അതെങ്ങനെയാണ് ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ മറ്റേ ഫ്ലോയിൽ നടക്കുക അങ്ങനത്തെ ഒരു രീതിയിൽ ഫുൾ സ്റ്റൈലിലായിരുന്നു. അതെ. അപ്പോ യെസ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഈ പാട്ടിന്റെ സെലക്ഷന്റെ കാര്യത്തിലാണ്. വളരെ സന്തോഷമുണ്ട് എനിക്ക്. ആരാണ് ഇത് സജസ്റ്റ് ചെയ്ത പാട്ട്? എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര പാടാൻ താല്പര്യമുള്ള പാട്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും സെലക്ട് ചെയ്ത് ഭയങ്കര ഇഷ്ടമായി പാട്ട്. ഇനി നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. രണ്ടുപേർക്ക് ഡ്യുവറ്റ് പാടി രസമായിട്ട് പെർഫോം ചെയ്തു. നൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ശിവചരൻ ഹായ്. നിങ്ങൾ നന്നായി പാട്ട് പ്രസൻറ്റ് ചെയ്തു, നന്നായി ചെയ്തു. പക്ഷെ നിങ്ങളുടെ കാലിബർ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സെലക്ഷനിൽ കുറച്ചുകൂടി സിംഗബിൾ ആയിട്ടുള്ള നല്ല കുറച്ചുകൂടി വേറെ നല്ല പാട്ടുകൾ ഞാൻ പറയില്ല, വേറെ പാട്ടുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല. കുറച്ചുകൂടി നല്ല പാട്ടൊക്കെ ആവായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ടൈപ്പ് കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാലിബറിൽ നിങ്ങളിപ്പോൾ നീ വേറെ എത്ര ടെക്നിക്കലി കുറച്ചുകൂടി സിംഗിളായിട്ടും പാടാൻ കുറച്ച് വാവ് എന്നുള്ള പാട്ടുകളുണ്ട് വേറെ കുറേ. വാവയോ ഏതൊക്കെ പാട്ട് പാടിയിട്ട് വേറെ മുന്നേ? നന്നാരെ പാടി. നന്നാരൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഹാപ്പനിങ്. അതേമാതിരത്തെ പാട്ടുകൾ, അതായത് ഇത്രയും നല്ലൊരു സ്റ്റേജ് നിങ്ങൾക്ക് കിട്ടി, അത്രയും ഡാൻസസ് നിങ്ങളുടെ കൂടെയുണ്ട്, സൂപ്പർ ഒരു ഓർക്കസ്ട്ര നിങ്ങളുടെ കൂടെയുണ്ട് സപ്പോർട്ടിന്. നിങ്ങൾക്ക് ഒന്നിനൊരു കുറവില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നന്നായിട്ട് ചെയ്യാൻ ത്രസ്റ്റുള്ളൊരു പാട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കൂടെ ആവശ്യമല്ല അല്ലേ? ഇത് കുഴപ്പമില്ല, ഇത് ഞാനും പാടും. ഞാൻ സിംഗർ കേട്ടോ. അല്ല, സൗഭാഗ്യത്തിന് തോന്നുന്നുണ്ടോ ഇത് എന്താണ് നീ ഇപ്പോൾ പാടിയത് ശരിക്കും അങ്ങനെ ഒരു വലിയ ഇഫക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്? ഈ പാട്ട് എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേർക്കും, അത് നിങ്ങൾ രണ്ടുപേരും നല്ല കാലിബറുള്ള രണ്ടുപേരാണ്. ഒരുമിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് ഡ്യുവറ്റ് പാടാൻ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെയും നല്ലൊരു സാധനം എടുക്കണം, ട്രസ്റ്റ് ഉള്ള പാട്ട് എടുക്കണം. ഇപ്പോ സ്പെഷ്യലി ഇപ്പൊ സുന്ദരി നീയും സുന്ദരി ഞാനും. ഇത് സ്റ്റേജിന് പറ്റിയ ഒരു സോങ് അല്ല. ഈ ഇതിപ്പോ ഒരു മ്യൂസിക് ഡയറക്ടറെ ഇൻസൾട്ട് ചെയ്യണോ അങ്ങനെ ഒന്നുമല്ല. തീർച്ചയായും ഈ സ്റ്റേജിന് ഒരു പറ്റിയൊരു സോങ് അല്ല ഇത്. അതെ, അങ്ങനെ കുറെ സോങ്സ് ഉണ്ട്, കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യുന്ന സോങ്സ് ഉണ്ടാവും അങ്ങനെ സ്റ്റേജിന് പറ്റാത്ത സോങ്സ് ഒക്കെ. ചില മ്യൂസിക് ഡയറക്ടർ ഷോസിന് തന്നെ അവരുടെ സ്വന്തം പാട്ടിൽ എടുക്കില്ല, അത് സ്റ്റേജിലേക്ക് നല്ലതായിരിക്കില്ല. അതാണ് നമ്മൾ ഉദ്ദേശിച്ചു വരുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ ആരെയും ആക്ഷേപിച്ചിട്ടോ ഈ പാട്ട് നല്ലതല്ല എന്നൊന്നും പറയില്ല. ഈ ഒരു ഷോയിൽ കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണിത്. ദിസ് ഈസ് വൺ ബിഗ് ഓപ്പർച്യൂണിറ്റി ടു പ്രസൻറ്റ് യുവർ ദ മോസ്റ്റ് ടാലൻറ്റ്, അല്ലെങ്കിൽ അത്രയും കഴിവുകൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആൾക്കാർ ഓഡിയൻസ് മുഴുവൻ വാച്ച് ചെയ്യാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നല്ല പാട്ടുകൾ കൊണ്ടുവരിക, ഞെട്ടിക്കുക. ഞങ്ങളെ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്, അവരെ കൂടെ. ഓക്കെ, താങ്ക് യു ചക്കരകളെ. അല്ലാത്ത പക്ഷം നിങ്ങൾ നന്നായി പാടി കേട്ടോ. പാട്ടിന് നല്ല ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു, നത്തിങ് ഇൻ ദാറ്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഡോണ്ട് വറി അബൌട്ട് യുവർ സിൽവേഴ്സ്. അങ്ങനെ സിൽവറുകൾ ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. ഈ പാട്ടിന് എനിക്കൊരു 10 സിൽവർ പോയിന്റ്സ് കിട്ടുന്നു. സുജാത ചേച്ചി. സൗഭഗ് ആൻഡ് ഭാവന, ഒരു കാര്യം മനസ്സിലായി,
ഈ പാട്ട് എടുക്കാൻ ഒരു കാരണം മേ ബി സൗഭാഗ്യൻ്റെ വോയിസ് ടോണും ഭാവനയുടെ റേഞ്ച് ദ റേഞ്ച് കിട്ടാൻ കോമൺ ആയിട്ടുള്ള പാട്ടുകൾ ഡിഫിക്കൾട്ട് ആയിരുന്നിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സൗഭാഗ്യന് മേലെ പോവില്ല, ഭാവനയ്ക്ക് താഴെ പാടാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. സൗഭാഗ്യൻ്റെ റേഞ്ചിൽ പാടി എഫക്റ്റ് ഉണ്ടാവില്ല. അത് നേരെ മേലെ സൗഭാഗ്യം ഒരു പാടുകയാണെങ്കിൽ അതിന് നേരെ മേലെയാണ് മോള് പാടിയിരുന്നത് പല്ലവിയൊക്കെ. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടായിരിക്കും അവർ ഈ പാട്ടെടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇനി നല്ല പാട്ടുകൾ എടുക്കാം കേട്ടോ. ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല പാട്ടുകൾ നിങ്ങൾ കുറേ സെലക്ട് ചെയ്യണം പാട്ടുകൾ. ഒരുപാട് പാട്ടുകൾ സെലക്ട് ചെയ്ത് അതിന് ഏറ്റവും കംഫർട്ടബിളായിട്ട് എടുക്കുക. പാടിയത് നോക്കുവാണെങ്കിൽ ഓക്കെ. ഞങ്ങൾ മാർക്ക് ഈ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാകാത്തതുകൊണ്ട് മാർക്ക് കുറയ്ക്കാനൊന്നും ഒരിക്കലും പാടിയത് നല്ല പാട്ടിൽ എടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. മാർക്ക് ഞങ്ങൾ ഇടും, പക്ഷെ എങ്ങനെ പാടി അതിനനുസരിച്ചാണ് മാർക്ക് തരാൻ പോണേ. പാടിയത് രണ്ടുപേരും ഓഹോ പാടിയെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഓക്കെ, ഇറ്റ് വാസ് നോട്ട് എക്സൈറ്റിംഗ്. പോയിന്റ്സിന്റെ കാര്യത്തിലൊന്നും ഈ പറഞ്ഞ പോലെ പേരൻസോ അല്ലെങ്കിൽ വേറെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. സെലക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞേ ഉള്ളൂ. യെസ്, പത്രമുള്ളതിന് മാർക്ക് തരാം, പാടിയതിന് മാർക്ക് തരാം. അപ്പൊ എന്നാ മാർക്ക് തരാം അല്ലേ? സൗഭാഗ്യന് തുടങ്ങാം. Nice. Stephen Jordan. Yes. Eight 8.5 on 10. Sujata Chechi. Eight 25 mark. നല്ല മാർക്കാണ്. Okay. So yes for Bhavana. Vijay Chetan. 8.5. Sujata Chechi. 8.5. Stephen Jordan. 8.5 again 25.5. Happy? Yes. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കമന്റ്സ് എല്ലാം കേട്ട് അടുത്ത പെർഫോമൻസിൽ ഭാവനയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഭാവനയുടെ കോസ്റ്റ്യൂമിനെ പറ്റിയാണ്. ഈ സ്കേർട്ടും ഇതൊക്കെ ഭാവനയുടെ അമ്മ ചെയ്തതാണ്. ഓ കൊടുക്ക് 10 പോയിന്റ്. യെസ്, സഖി മാമാണ് കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത്. ആരാണ്? സഖി മാം. സഖി മാം. ഞങ്ങളുടെയും. അതെ, ഞങ്ങളുടെയും. നിനക്ക് മാത്രമല്ല. അതെ. അപ്പൊ അല്ല, ഞങ്ങളുടെ ഒക്കെ സെലക്ട് ചെയ്തത് സഖി മാം ആണ്. അപ്പൊ എന്ത് ചെയ്യണം അടുത്ത വർഷം? നീ ഒരു താങ്ക് യു പറഞ്ഞോണ്ടിരുന്നോ? ശരി, താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം നീ പറയാൻ വന്ന്? അല്ല, അടുത്ത പ്രാവശ്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഡ്രസ്സ് തയ്ച്ചുകൊണ്ട് വരുമോന്ന് ചോദിക്കാൻ വന്നാ. അതെ, സ്റ്റൈലിംഗ് ഒക്കെ സഖി മാം ചെയ്തോളൂ. അതെ, ഓക്കെ. എനിക്കൊരു നല്ലൊരു സിൽക്ക് ഷർട്ട്, ഒരു ഓറഞ്ച് കളർ സിൽക്ക് ഷർട്ട്. ഒരു കൂളിംഗ് ഗ്ലാസ്. പിന്നെ നമ്മുടെ സ്ഥിരമാണല്ലോ. ഒരു നല്ല ലുങ്കി. ഇവന് നല്ലൊരു മുണ്ടും. അതെ, മറ്റേ നല്ലൊരു വിജയന് ലുങ്കിയും. എനിക്ക് ഇവിടെ ഒരു മറുകു വലിയ സ്റ്റീഫൻ ചേട്ടന് മറ്റേ മുണ്ടും മറ്റേ ഇതും കൊടുക്കാം, നമ്മുടെ യജമാൻ ലുക്ക്. അതെ, നിനക്ക് മറ്റേ യജമാൻ ലുക്ക്. അതെ, അച്ചായമാരെത്തും. ഗൗണ്ടർ. ഓക്കെ. അപ്പൊ കാര്യങ്ങൾ ഇത് ഭാവന പോയിട്ട് അമ്മയോട് പറഞ്ഞിട്ട് എല്ലാം അടുത്ത എപ്പിസോഡ് ചോദിക്കാണ്, ഇത് തേക്കണോ ഇത് അയക്കണോ ഞാൻ തേക്കണോന്ന് ചോദിച്ചില്ലേ? സ്റ്റിച്ച് ചെയ്യണോ? അതന്നെ, ലുങ്കി സ്റ്റിച്ച് ചെയ്യണോ? ലുങ്കി ഞാൻ റെഡിമെയ്ഡ് ആയാലും കുഴപ്പമില്ല. റെഡിമെയ്ഡ് എല്ലാം വാങ്ങിച്ചെടുത്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. All the best to both of you. Thank you. So Rajat, so it's time for our last segment, which is top scorer. ഇന്നത്തെ ടോപ്പ് സ്കോറർ ശ്രീലക്ഷ്മി with 28 points. കാത്തിരിപ്പു
വസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. അങ്ങനെ ഭാർഗവി നിലയത്തിലെ പാട്ട് പാടി ടോപ്പ് സ്കോറർ ആയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ വേഗം പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കോളൂ, വേഗം പോയിട്ട്. ബ്രോ ഐ ലവ് യു ബ്രോ. കം ബ്രോ. ഓ മൈ ഗാഡ്. അപ്പൊ ചേട്ടാ എനിക്കോ? സോറി, ഞാൻ അങ്ങനെ പെൺകുട്ടികൾക്ക് ഞാൻ ഇങ്ങനത്തെ ഹാർട്ട് എനിക്ക് Cadbury's കിട്ടില്ല, അത് മതി. മൈ ഹാർട്ട് ഇസ് ഓൾറെഡി ടേക്കൻ ഇറ്റ് problem. ഫുൾ. അത് കുഴപ്പമില്ല, അത് ഷെയർ ചെയ്തേക്ക്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഐ ലവ് യു ബ്രദർ, ഐ ലവ് യു സിസ്റ്റർ. പറ വിജു. നീ പറടാ. ഇത് ഐ ലവ് യു സിസ്റ്റർ, ഐ ഐ ലവ് ലവ് യു യു ബ്രദർ, ഹി ലവ്സ് യു സിസ്റ്റർ. ഓക്കേ. അവൻ ഊങ്കി അവിടുന്ന്. ഓ ഹൗ റൊമാന്റിക്. ഇറ്റ്സ് വെരി നൈസ്. ഒന്നും എനിക്ക് പറയാനുള്ളൂ. നീയും സിസ്റ്റർ ആയിട്ടാണ് നീ കൊടുത്തതല്ലേ? എനിക്ക് ഒന്നും പറയാനുള്ളൂ. നോ സിസ്റ്റർ. വൈ? വിജയനൊന്നും എടാ നിനക്ക് മറ്റേ പെൺപിള്ളേരൊക്കെ നീ ബാച്ചിലർ ആണ്, നീ അനൗൺസ് ചെയ്തു ടിവിയിൽ. അപ്പൊ ഇവിടെ സിസ്റ്റർ ആയാലല്ലേ അത് ശരിയാവുള്ളൂ? അതാണ് ശരിയാവുള്ളൂ. One plus അതാണ് one ശരിയാവുള്ളൂ. അതേ ശരിയാവൂ. അതേ ശരിയാവൂ. അതെ. അല്ല വിജയ് ചേട്ടാ, ഇത് ചതി എന്നോട് വേണ്ടായിരുന്നു. സിസ്റ്റർ എങ്കിൽ സിസ്റ്റർ. എടാ ഞാനല്ലടാ ചതിച്ചത്, ഇവനല്ലേ. സ്റ്റീഫൻ ചേട്ടാ, എന്നോട് ചതി വേണ്ടായിരുന്നു. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. വെൽക്കം മൈ ഡാർലിംഗ്. അപ്പൊ സിസ്റ്റർ എങ്കിൽ സിസ്റ്ററെ അപ്പൊ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. ശരി ബ്രദർ. ഓക്കെ. Sure. I love it. So for what beautiful brother and sister. I love it. വെരി മച്ച്. അപ്പോ ഇതിന്റെ ബാക്കി ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്സുമായി ഞങ്ങൾ നാളെ വരാം. ഇനിയും കാണാം. അതെ, അതുവരെ കീപ് വാച്ചിങ് സൂപ്പർസ്റ്റാർ ജൂനിയർ. യെസ്. വിജയ എന്ന് തുടങ്ങാം. സ്റ്റീഫ, ഋതിക. ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായിരുന്നു എന്താ സുജി മിണ്ടാതിരിക്കുന്നത്? പറയൂ. ഗലഗലവിന പൊഴിയും പൊഴിയും മേഘമെങ്കി സെല്ലുതു, ഒളിയില്ലാമൽ മലരും മലരി ഉളവ് പാക്ക സെല്ലുതു. എന്താണ് ഇവിടെ കീബോർഡ് ഒക്കെ വായിച്ചു എന്ന് പറഞ്ഞാൽ ശ്രീനൊന്നും ഒരു രക്ഷയില്ല. കീബോർഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ എനിക്കൊരു ഉയിരും ഉയിരും കലർന്ന പോതു ഉലകം നിன்று പോനതേ, വിരിയും വിരിയും കലർന്ന് കലർന്ന് പാർവയുണ്ട്. എന്തൊരു ചോയ്സ് ഓഫ് സോങ്. എന്തൊരു ഈ ബിജു പറഞ്ഞൊരു വാക്ക് കറക്റ്റ് ആണ്. യു ആർ സോ പാഷനറ്റ്. എന്തേ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല, ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലിയിൽ. ക്രിസ്റ്റി പാടിയത് ഭയങ്കര മെക്കാനിക്കലായി പാടി വെച്ചിട്ടുണ്ട്. ചില ഗമങ്ങളൊക്കെ നീ ഭയങ്കര കർണാട്ടിക് ആയിട്ട് യൂസ് ചെയ്തു, ഭയങ്കര എംഫസിസ് കൊടുത്തിട്ടുണ്ട്. ആ വഴിയോരത്ത് അന്നാർദ്രമാം സന്ധ്യയിൽ നല്ല ലൈവ്ലി ആയിരുന്നു, നല്ല ബബ്ലി ആയിരുന്നു പാട്ടിനനുസരിച്ച് തന്നെ. എൻ്റെ ആ ഉള്ള ഒരു പോസ് ഒക്കെ ഭയങ്കരമായിരുന്നു. കൊള്ളാം. അയ്യോ ഒറ്റ കിട്ടതാ. അതിനൊറ്റ കിട്ടതാണ്. चिट्टिया कलैयावे ओ बेबी मेरी चिट्टिया कलैयावे, चिट्टिया कलैयावे ओ बेबी मेरी वाइट कलैयावे. ഏതായാലും കറക്റ്റ് ചോയ്സ് ഓഫ് സോങ് ഫോർ യുവർ വോയിസ്. മോളുടെ ഒരു പ്രത്യേക ടോണുള്ള വോയിസാണ്. പാട്ടിന് വേണ്ടി മോളുടെ വോയിസ് എടുത്തിട്ട് ആ പാട്ട് എങ്ങനെ ഇരിക്കും അത്ര അതുപോലെ ഇരുന്നു, ഒറിജിനൽ കേൾക്കണ പോലെ ഇരുന്നു. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.